പെസന്റ് റിവോൾട്ട് ഇൻ മലബാർ. മലബാർ എന്നറിയപ്പെടുന്നത് വടക്കൻ കേരളമാണ്. ഇന്നത്തെ കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, മലപ്പുറം മുതലായ ജില്ലകൾ ഉൾപ്പെടുന്ന പ്രദേശമാണ് പണ്ട് മലബാർ എന്നറിയപ്പെട്ടിരുന്നത്. ബ്രിട്ടീഷ് മലബാർ വിറ്റ്നസ്ഡ് മെനി പെസന്റ് സ്ട്രഗിൾസ്. ബ്രിട്ടീഷുകാരുടെ ഭരണകാലഘട്ടത്തിൽ മലബാറിൽ, വടക്കൻ കേരളത്തിൽ, നോർത്തേൺ കേരളത്തിൽ നിരവധി കർഷക കലാപങ്ങൾ നടന്നു. ഈ കർഷക കലാപങ്ങളെല്ലാം നടത്തിയത് മലബാറിലെ മുസ്ലിങ്ങളായിരുന്നു. അവരെ മാപ്പിളമാരെന്നാണ് അറിയപ്പെടുന്നത്. ഇപ്പോഴും മലബാറിൽ മുസ്ലിങ്ങൾ മാപ്പിളമാരെന്നാണ് അറിയപ്പെടുന്നത്. അതുകൊണ്ട് മലബാറിൽ നടന്ന കലാപങ്ങളെ, പെസന്റ് റിവോൾട്സിനെ മാപ്പിള റിവോൾട്സ് എന്നും വിളിക്കാം. മാപ്പിള കലാപങ്ങൾ. മലബാറിൽ മാപ്പിളമാർ 19-ാം നൂറ്റാണ്ടിലും 20-ാം നൂറ്റാണ്ടിലും കലാപങ്ങൾ നടത്തി. 19-ാം നൂറ്റാണ്ടിൽ 22 കലാപങ്ങളാണ് മലബാറിൽ നടന്നത്. ബിറ്റ്വീൻ 1836 ആൻഡ് 1856, 1836-നും 1856-നും ഇടയ്ക്കുള്ള 20 വർഷങ്ങളിൽ മലബാറിൽ മാപ്പിളമാർ 22 കലാപങ്ങൾ നടത്തി. അത് 19-ാം നൂറ്റാണ്ടിലെ മാപ്പിള കലാപങ്ങളാണ്. 20-ാം നൂറ്റാണ്ടിലും മലബാറിൽ ഒരു മാപ്പിള കലാപം നടന്നു. അത് 1921-ലാണ്. 20-ാം നൂറ്റാണ്ടിൽ ഒരേ ഒരു മാപ്പിള കലാപം മാത്രമാണ് നടന്നത്. 19-ാം നൂറ്റാണ്ടിൽ 22 കലാപങ്ങൾ മാപ്പിളമാർ നടത്തി. അത് ഓർത്തിരിക്കുക. ബ്രിട്ടീഷ് മലബാർ വിറ്റ്നസ്ഡ് മെനി പെസന്റ് സ്ട്രഗിൾസ്. It was the exploitation and suppression of the landlords and the British led to the revolts in Malabar. ബ്രിട്ടീഷുകാരുടെ എക്സ്പ്ലോയിറ്റേഷനും, ഇറ്റ് വാസ് ദ എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് സപ്രഷൻ ഓഫ് ലാൻഡ് ലോർഡ്സ് ആൻഡ് ദ ബ്രിട്ടീഷ്. മലബാറിലെ ജന്മിമാരുടെയും ബ്രിട്ടീഷുകാരുടെയും ചൂഷണവും അടിച്ചമർത്തലുകളും. മലബാറിൽ മാപ്പിളമാരെ ബ്രിട്ടീഷുകാരും ജന്മിമാരും ചൂഷണം ചെയ്യുകയും അടിച്ചമർത്തുകയും ചെയ്തു. ബ്രിട്ടീഷുകാരുടെയും ജന്മിമാരുടെയും ചൂഷണവും അടിച്ചമർത്തലുകളുമാണ് മലബാറിലെ മാപ്പിളമാരെ, മുസ്ലിങ്ങളെ കലാപങ്ങൾ നടത്താൻ പ്രേരിപ്പിച്ചത്. ഇറ്റ് വാസ് ദ എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് സപ്രഷൻ ഓഫ് ദ ലാൻഡ് ലോർഡ്സ് ആൻഡ് ദ ബ്രിട്ടീഷ് ദാറ്റ് ലെഡ് ടു ദ റിവോൾട്ട്സ് ഇൻ മലബാർ. The revolt was against the atrocities of landlords, including eviction. മലബാറിലെ മാപ്പിളമാരുടെ കലാപം ജന്മിമാരുടെ എവിക്ഷൻ പോലുള്ള അതിക്രമങ്ങൾക്കെതിരെ. എവിക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയെ, കുടിയാൻ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ ടെനന്റ് എന്ന് പറയും. ടെനൻസ് ഏതെങ്കിലും ജന്മിയുടെ പുരയിടത്തിലായിരിക്കും കുടിൽ കെട്ടി താമസിക്കുക. ആ ജന്മി അയാളുടെ പുരയിടത്തിൽ താമസിക്കുന്ന, കുടിലുണ്ടാക്കി താമസിക്കുന്ന കുടിയാനെ ഏത് നിമിഷവും എപ്പോഴും അവിടെ നിന്ന് ഇറക്കി വിടും. ഇങ്ങനെ ഇറക്കി വിടുന്നതിനെയാണ് എവിക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ജന്മിമാരുടെ എവിക്ഷൻ പോലുള്ള, കുടിയൊഴിപ്പിക്കൽ പോലുള്ള അതിക്രമങ്ങൾക്കെതിരെയാണ് മാപ്പിളമാർ കലാപം നടത്തിയത്. ഇറ്റ് വാസ് the revolt was against the atrocities of landlords, including eviction of tenants. കുടിയാന്മാരെ, tenant is a farmer without land. സ്വന്തമായി ഭൂമി ഇല്ലാത്ത ഒരു കർഷകനെയാണ് ടെനന്റ് എന്ന് പറയുന്നത്. ടെനൻസ് താമസിക്കുന്നത്, കുടിൽ കെട്ടി താമസിക്കുന്നത് ഏതെങ്കിലും ഒരു ലാൻഡ് ലോഡിന്റെ പുരയിടത്തിലായിരിക്കും. ആ ലാൻഡ് ലോഡ് കുടിയാനെ, ആ ടെനന്റിനെ അവിടെ നിന്ന് കൂടെ ഇറക്കി വിടാറുണ്ട്, കുടിയൊഴിപ്പിക്കാറുണ്ട്. ജന്മിമാരുടെ അതിക്രമം, കുടിയൊഴിപ്പിക്കൽ പോലുള്ള അതിക്രമങ്ങൾക്കെതിരെയാണ് കലാപം നടന്നത്. Such atrocities were carried out with the support of British. ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ, ജന്മിമാരുടെ അതിക്രമങ്ങൾ, കുടിയാന്മാരോട് ജന്മിമാർ കാട്ടിയിരുന്ന അതിക്രമങ്ങൾ ബ്രിട്ടീഷുകാരുടെ സപ്പോർട്ടോടു കൂടിയായിരുന്നു. ബ്രിട്ടീഷുകാരുടെ പിന്തുണയോടുകൂടിയാണ് ജന്മിമാർ കുടിയാന്മാരെ കുടിയൊഴിപ്പിച്ചിരുന്നത്. Most of these tenants were Mappilas.
ഭൂരിഭാഗം ടെനൻസും മാപ്പിളമാരായിരുന്നു, മുസ്ലിങ്ങളായിരുന്നു. സോ ദീസ് സ്ട്രഗിൾസ് ദാറ്റ് ഹാപ്പൻഡ് ഇൻ ദ 19th century ആർ നോൺ ആസ് മാപ്പിള റെബല്യൻ. അതുകൊണ്ടാണ് 19ാം നൂറ്റാണ്ടിൽ മലബാറിൽ നടന്ന കലാപങ്ങൾ മാപ്പിള കലാപങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. 20ാം നൂറ്റാണ്ടിലും മറ്റൊരു കലാപം നടന്നു, അത് നമുക്ക് മറ്റൊരു ഭാഗത്ത് പഠിക്കാനുണ്ട്. ഇപ്പോഴും 19ാം നൂറ്റാണ്ടിലെ റിവോൾട്ടിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. മോസ്റ്റ് ഓഫ് ദീസ് ടെനൻസ്, മലബാറിലെ ഭൂരിഭാഗം ടെനൻസും മാപ്പിളമാരായിരുന്നു. സോ ദ റിവോൾട്ട്സ് that happened, the struggles that happened in Malabar in the 19th century are known as മാപ്പിള റിവോൾട്ട്. അതുകൊണ്ട് 19ാം നൂറ്റാണ്ടിൽ മലബാറിൽ നടന്ന കലാപങ്ങളെ മാപ്പിള കലാപങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. ആ മാപ്പിള കലാപങ്ങളുടെ കാരണം ബ്രിട്ടീഷുകാരുടെയും ലാൻഡ് ലോർഡ്സിന്റെയും സപ്രഷനും എക്സ്പ്ലോയിറ്റേഷനുമായിരുന്നു. It was the exploitation and the suppression of the landlords and the British that led to the revolts in Malabar. The revolt was against the atrocities of landlords, including eviction. Most of these tenants were Mappilas. So the revolts that took place in Malabar in the 19th century are known as Mappila revolts. അതുകൊണ്ട് 19ാം നൂറ്റാണ്ടിൽ മലബാറിൽ നടന്ന കലാപങ്ങളെ മാപ്പിള കലാപങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. It was the exploitation and the suppression of the landlords and the British led to the revolts in Malabar. The revolt was against the atrocities of landlords, including eviction of tenants. Such atrocities were carried out with the support of the British. Most of the tenants in Malabar were Mappilas. So the revolts that took place in Malabar in the 19th century are known as Mappila revolts. മാപ്പിള കലാപങ്ങളെ അടിച്ചമർത്താൻ വേണ്ടി ബ്രിട്ടീഷുകാർ കേരളത്തിൽ രൂപീകരിച്ച ഒരു പോലീസ് ഫോഴ്സാണ് MSP, മലബാർ സ്പെഷ്യൽ പോലീസ്. ഇന്ന് കേരള പോലീസിന്റെ ഭാഗമാണ് MSP. മലപ്പുറമാണ് അതിന്റെ ആസ്ഥാനം. ബ്രിട്ടീഷുകാർ മലബാർ കലാപത്തെ അടിച്ചമർത്താൻ വേണ്ടി കേരളത്തിൽ രൂപീകരിച്ച ഒരു പോലീസ് സേനയാണ് MSP, മലബാർ സ്പെഷ്യൽ പോലീസ്. മലബാർ സ്പെഷ്യൽ പോലീസ്. മലബാർ കലാപത്തെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി ബ്രിട്ടീഷുകാർ നിയമിച്ച കമ്മീഷന്റെ പേരാണ് വില്യം ലോഗൻ കമ്മീഷൻ. വില്യം ലോഗൻ കമ്മീഷനാണ് മലബാർ കലാപത്തെക്കുറിച്ച് എൻക്വയറി നടത്തിയത്. മലബാറിലെ മാപ്പിളമാർ കലാപം ഉണ്ടാക്കാനുള്ള കാരണം എന്ത്? വൈ ദ മാപ്പിളാസ് ഓഫ് മലബാർ റിവോൾട്ടഡ്. മാപ്പിളമാർ, മലബാറിലെ മുസ്ലിങ്ങൾ, മലബാറിലെ മാപ്പിളമാർ കലാപം നടത്താനുള്ള കാരണം എന്താണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി, അന്വേഷിക്കാൻ വേണ്ടി ബ്രിട്ടീഷുകാർ നിയമിച്ച കമ്മീഷന്റെ പേരാണ് വില്യം ലോഗൻ കമ്മീഷൻ. മലബാർ കലാപം അടിച്ചമർത്തുന്നതിന് വേണ്ടി ബ്രിട്ടീഷുകാർ രൂപീകരിച്ച പോലീസ് സേനയാണ് MSP, മലബാർ സ്പെഷ്യൽ പോലീസ്. നെക്സ്റ്റ്, സന്താൾ റിവോൾട്ട്, സന്താൾ കലാപം. The Santhal is a tribe inhabiting in the valleys of രാജ്മഹൽ ഹിൽസ്. രാജ്മഹൽ കുന്നുകളുടെ താഴ്വാരങ്ങളിൽ അധിവസിച്ചിരുന്ന ഒരു ട്രൈബൽ കമ്മ്യൂണിറ്റി ആയിരുന്നു സന്താളുകൾ. ട്രൈബൽസ് എന്ന് പറഞ്ഞാൽ കാടിനോട് ചേർന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്ന ജനങ്ങളെയാണ് ട്രൈബൽസ് എന്ന് വിളിക്കുന്നത്. കാടിനോട് ചേർന്നുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്ന ജനങ്ങളെ ട്രൈബൽസ് എന്നാണ് അറിയപ്പെടുന്നത്. രാജ്മഹൽ കുന്നുകളുടെ താഴ്വാരങ്ങളിൽ അധിവസിച്ചിരുന്ന ഒരു ട്രൈബൽ കമ്മ്യൂണിറ്റി ആയിരുന്നു സന്താൾ. The Santhal is a tribe inhabiting in the valleys of Rajmahal hills. They lived closely with the nature. They earned their living by farming and collecting forest products. ഫാമിങ്ങിലൂടെയും ഫോറസ്റ്റ് പ്രോഡക്ട്സ്, കൃഷി ചെയ്തും ഫോറസ്റ്റ് പ്രോഡക്ട്സ് കളക്ട് ചെയ്തുമാണ് അവർ ജീവിച്ചിരുന്നത്. സെമീന്ദാഴ്സ് ആൻഡ് മണി ലെൻഡേഴ്സ് ക്യാപ്ചേർഡ് ദെയർ ലാൻഡ്. അവർ കലാപം നടത്താനുണ്ടായ കാരണം ജന്മിമാരും പണം പലിശയ്ക്ക് കൊടുക്കുന്നവരും അവരുടെ കൃഷിഭൂമി പിടിച്ചെടുത്തു. സന്താൾസ് രാജ്മഹൽ കുന്നുകളുടെ താഴ്വാരങ്ങളിൽ അധിവസിച്ചിരുന്ന ഒരു ട്രൈബൽ കമ്മ്യൂണിറ്റി ആയിരുന്നു സന്താളുകൾ. They earned their living by farming and collecting forest products. കൃഷി ചെയ്തും വനത്തിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ കളക്ട് ചെയ്തുമാണ്, ശേഖരിച്ചുമാണ് അവർ ഉപജീവനം നയിച്ചിരുന്നത്. സെമീന്ദാഴ്സ് ആൻഡ് മണി ലെൻഡേഴ്സ് ക്യാപ്ചേർഡ് ദെയർ ലാൻഡ്. ജന്മിമാരും പണം പലിശയ്ക്ക് കൊടുക്കുന്നവരും ചേർന്ന് അവരുടെ കൃഷിഭൂമി പിടിച്ചെടുത്തു. The British officers made them to work
ആസ് സ്ലേവ്സ്. ബ്രിട്ടീഷുകാരായ ഓഫീസർമാർ അവരെ കൊണ്ട് അടിമപ്പണി ചെയ്യിച്ചു. സെമീന്ദാഴ്സും മണി ലെൻഡേഴ്സും അവരുടെ കൃഷിഭൂമി പിടിച്ചെടുത്തു. ബ്രിട്ടീഷുകാർ അവരെ കൊണ്ട് അടിമപ്പണി ചെയ്യിച്ചു. As a result, their life became unbearable. Their life became very miserable. So they decided to take arms against the British under the leadership of Sidho and Kanu. അതോടെ സന്താളുകൾ സിദോ, കാനു എന്നീ നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ കലാപം നടത്തി. സന്താൾ റിവോൾട്ടിന്റെ കാരണങ്ങൾ. The British and the Zamindars and the money lenders captured their land. British officers made them to work as slaves. ഇത് രണ്ടുമാണ് സന്താൾ റിവോൾട്ടിന്റെ പ്രധാന കാരണങ്ങൾ. As a result, Sandals revolted against British under the leadership of Sidho and Kanu. Sidho, Kanu എന്നീ നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ സന്താളുകൾ ബ്രിട്ടീഷുകാർക്ക് എതിരെ കലാപം നടത്തി. In 1855, the Sandals revolted against British under the leadership of Sidho and Kanu. Next, Kurichia revolt. Kurichia revolt in 1812. Kurichias and Kurumbas were two tribal communities inhabiting in Wayanad district in Kerala. കേരളത്തിലെ വയനാട് ജില്ലയിലെ രണ്ട് ട്രൈബൽ കമ്മ്യൂണിറ്റീസ് ആണ് കുറിച്യാസും കുറുംബാസും. കുറിച്യരും കുറുമ്പരും ചേർന്ന് ബ്രിട്ടീഷുകാർക്കെതിരെ 1812 ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ കലാപമാണ് കുറിച്യ റിവോൾട്ട് എന്ന പേരിൽ അറിയപ്പെടുന്നത്. കുറിച്യാസ് ആൻഡ് കുറുംബാസ് വെയർ ടു ട്രൈബൽ കമ്മ്യൂണിറ്റീസ് ഇൻഹബിറ്റിംഗ് ഇൻ വയനാട് ഡിസ്ട്രിക്റ്റ് ഇൻ കേരള. കേരളത്തിലെ വയനാട് ജില്ലയിൽ അധിവസിക്കുന്ന രണ്ട് ആദിവാസി വിഭാഗങ്ങളാണ്, ട്രൈബൽ കമ്മ്യൂണിറ്റീസ് ആണ് കുറിച്യരും കുറുമ്പരും. The revolt was organized by Kurichias and Kurumba tribes of Wayanad in 1812. 1812 വയനാട് ജില്ലയിലെ കുറിച്യർ, കുറുമ്പർ എന്നീ സമുദായങ്ങൾ നടത്തിയ കലാപമാണ് കുറിച്യ റിവോൾട്ട് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ദ റീസൺസ് ഫോർ കുറിച്യ റിവോൾട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻ ആണ്. SLC എക്സാമിന് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. റീസൺസ് ഓർ കോസസ് ഫോർ കുറിച്യ റിവോൾട്ട്, കുറിച്യ കലാപത്തിന്റെ കാരണങ്ങൾ എന്തെല്ലാമായിരുന്നു? എന്തുകൊണ്ടാണ് കുറിച്യരും കുറുമ്പരും ബ്രിട്ടീഷുകാർക്കെതിരെ കലാപം നടത്തിയത്? ഒന്നാമത്തെ കാരണം ഇമ്പോസിഷൻ ഓഫ് എക്സസീവ് ടാക്സ് ബൈ ദ ബ്രിട്ടീഷ്. ബ്രിട്ടീഷുകാർ അമിതമായ ഉയർന്ന നികുതി ചുമത്തിയതാണ് ഒന്നാമത്തെ കാരണം. ഇമ്പോസിഷൻ ഓഫ് എക്സസീവ് ടാക്സ് ബൈ ദ ബ്രിട്ടീഷ്. രണ്ടാമത്തെ കാരണം കമ്പൽഷൻ ഫോർ പേയിങ് ടാക്സ് ഇൻ ക്യാഷ്. നികുതി പണമായി നൽകാൻ അവരെ നിർബന്ധിച്ചതാണ് രണ്ടാമത്തെ കാരണം. കാടിന് സമീപത്ത് താമസിച്ച ജനങ്ങൾ അവർക്ക് കിട്ടുന്ന കാടുകളിൽ നിന്നും മറ്റും ശേഖരിക്കുന്ന സാധനങ്ങൾ കൊണ്ടുപോയി വിറ്റ് പണമാക്കണമെങ്കിൽ അനേകം കിലോമീറ്റർ ഈ സാധനങ്ങൾ തലച്ചുമടായി കൊണ്ടുപോകണം. അത് അവരെ സംബന്ധിച്ച് വളരെ, ഇത് കളക്ട് ചെയ്യുന്നതിനേക്കാൾ വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു അത് കൊണ്ടുപോയി വിറ്റ് ക്യാഷാക്കുക എന്നത്. എന്നാൽ ബ്രിട്ടീഷുകാർ ക്യാഷായി ടാക്സ് നൽകാൻ അവരെ നിർബന്ധിച്ചു. അതാണ് കുറിച്യർക്കും കുറുമ്പർക്കും ബുദ്ധിമുട്ടുണ്ടാക്കിയത്. രണ്ടാമത്തെ കാരണം കമ്പൽഷൻ ഫോർ പേയിങ് ടാക്സ് ഇൻ ക്യാഷ്, നികുതി പണമായി നൽകാൻ നിർബന്ധിച്ചതാണ് രണ്ടാമത്തെ കാരണം. മൂന്നാമത്തെ കാരണം സീസിങ് ഓഫ് അഗ്രികൾച്ചറൽ ലാൻഡ് ഫോർ നോൺ പേയ്മെന്റ് ഓഫ് ടാക്സ്. ടാക്സ് നൽകാത്തതിന്റെ പേരിൽ, ടാക്സ് നൽകാത്തവരുടെ കൃഷിഭൂമി ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തു. ടാക്സ് നൽകാത്തതിന്റെ പേരിൽ കൃഷിഭൂമി സീസ് ചെയ്ത് പിടിച്ചെടുത്തത്. സീസിങ് ഓഫ് അഗ്രികൾച്ചർ ലാൻഡ് ഫോർ നോൺ പേയ്മെന്റ് ഓഫ് ടാക്സ്. ദീസ് ആർ ദ റീസൺസ് ഫോർ കുറിച്യ റിവോൾട്ട്. വയനാട് ജില്ലയിലെ കുറിച്യരും കുറുമ്പരും 1812 ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ റിവോൾട്ടാണ് കുറിച്യ റിവോൾട്ട്. കുറിച്യ റിവോൾട്ടിന്റെ റീസൺസ്, കോസസ്, കാരണങ്ങൾ. ഒന്നാമത്തെ കാരണം ഇമ്പോസിഷൻ ഓഫ് എക്സസീവ് ടാക്സ് ബൈ ദ ബ്രിട്ടീഷ്. Number 2, compulsion for paying tax in cash. And number 3, seizing of agricultural land for non-payment of tax. The Kurichya revolt was organized by Ramanambi. The revolt was led by Kurichya leader Ramanambi. Kurichya revolt ന്റെ നേതാവ് രാമനമ്പി ആയിരുന്നു.
Ramanambi was the leader of Kuruchia revolt. Finally, the British suppressed the revolt and killed Ramanambi. The British suppressed the Kuruchia revolt and killed രാമനമ്പി. ബ്രിട്ടീഷുകാർ കുറിച്ചിയ കലാപത്തെ അടിച്ചമർത്തുകയും അതിൻ്റെ നേതാവായിരുന്ന രാമനമ്പിയെ പരാജയപ്പെടുത്തുകയും ചെയ്തു. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് കുറിച്ചിയ റിവോൾട്ടിൻ്റെ കോസസ് ആണ്. ദ കുറിച്ചിയ റിവോൾട്ട് വാസ് ലെഡ് ബൈ രാമനമ്പി. ദ ബ്രിട്ടീഷ് സപ്രസ്ഡ് ദ റിവോൾട്ട് ആൻഡ് കിൽഡ് രാമനമ്പി. ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിരവധി റിവോൾട്ട്സ് അല്ലെങ്കിൽ റബല്യൻസ് നടന്നു. പഹാരിയ റബല്യൻ, കോൾ റബല്യൻ, കാസി റബല്യൻ, സന്താൾ റബല്യൻ, ബിൽ റബല്യൻ, മുണ്ട റബല്യൻ, ഇതെല്ലാം റിവോൾട്ട് എന്നും പറയാം. ഇതെല്ലാം ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നടന്ന പ്രധാനപ്പെട്ട റബല്യൻസ് അല്ലെങ്കിൽ റിവോൾട്ട്സ് ആണ്, കലാപങ്ങളാണ്. പഹാരിയ റബല്യൻ ഓർ പഹാരിയ റിവോൾട്ട്, കോൾ റബല്യൻ ഓർ കോൾ റിവോൾട്ട്, കാസി റബല്യൻ, ബിൽ റബല്യൻ, മുണ്ട റബല്യൻ, സന്താൾ റബല്യൻ, മലബാർ റബല്യൻ, കുറിച്ചിയ റബല്യൻ ഓർ റിവോൾട്ട്. ഇതെല്ലാം ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നടന്ന പ്രധാനപ്പെട്ട ചില റിവോൾട്ട്സ് ആണ് അല്ലെങ്കിൽ കലാപങ്ങളാണ്. കോസസ് ഫോർ ദ ഡിക്ലൈൻ ഓഫ് ഇന്ത്യൻ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യൻ തുണി വ്യവസായം അധപ്പതിക്കുകയുണ്ടായി. ഇന്ത്യൻ തുണി വ്യവസായം അധപ്പതിക്കാനുണ്ടായ പ്രധാന കാരണങ്ങൾ. What are the reasons or causes for the decline of Indian textile industry? ഇന്ത്യൻ തുണി വ്യവസായം അധപ്പതിക്കാനുണ്ടായ പ്രധാന കാരണങ്ങൾ. ഒന്നാമത്തെ കാരണം ലാർജ് സ്കെയിൽ ഇമ്പോർട്ട് ഓഫ് മെഷീൻ മെയ്ഡ് ബ്രിട്ടീഷ് ടെക്സ്റ്റൈൽസ് ടു ഇന്ത്യ. യന്ത്രനിർമ്മിതമായ ബ്രിട്ടീഷ് തുണിത്തരങ്ങൾ ഇന്ത്യയിലേക്ക് വൻതോതിൽ ഇറക്കുമതി ചെയ്തതാണ് ഇന്ത്യൻ തുണി വ്യവസായം ഡിക്ലൈൻ ചെയ്യാനുണ്ടായ ഒന്നാമത്തെ കാരണം. ലാർജ് സ്കെയിൽ ഇമ്പോർട്ട് ഓഫ് മെഷീൻ മെയ്ഡ് ബ്രിട്ടീഷ് ടെക്സ്റ്റൈൽസ് ടു ഇന്ത്യ. സെക്കൻഡ് റീസൺ, British textiles could be sold easily for they were cheap. ബ്രിട്ടീഷ് തുണിത്തരങ്ങൾക്ക് വില കുറവായതിനാൽ അവ വളരെ എളുപ്പത്തിൽ വിറ്റഴിക്കാൻ കഴിഞ്ഞു. ബ്രിട്ടീഷ് തുണിത്തരങ്ങൾ യന്ത്രങ്ങൾ ഉപയോഗിച്ച് നിർമ്മിച്ചതാണ്. ഇന്ത്യൻ തുണിത്തരങ്ങൾ കൈകൊണ്ട് നെയ്യുന്നതാണ്, കൈകൊണ്ട് നിർമ്മിക്കുന്നതാണ്. അപ്പോൾ ബ്രിട്ടീഷ് തുണിത്തരങ്ങൾ വില കുറവായതിനാൽ എളുപ്പത്തിൽ വിറ്റഴിക്കാൻ കഴിഞ്ഞു ബ്രിട്ടീഷ് തുണിത്തരങ്ങൾ. അതുകൊണ്ട് ഇന്ത്യൻ തുണി വ്യവസായം അധപ്പതിച്ചു. മൂന്നാമത്തെ കാരണം എക്സ്പാൻഷൻ ഓഫ് റെയിൽവേ. റെയിൽവേയുടെ വ്യാപനം. റെയിൽവേ ഇന്ത്യയുടെ എല്ലാ സ്ഥലങ്ങളിലും വ്യാപിച്ചതോടുകൂടി ബ്രിട്ടീഷ് തുണിത്തരങ്ങൾ വളരെ എളുപ്പത്തിൽ ഇന്ത്യയുടെ എല്ലാ ഭാഗങ്ങളിലും എത്തിക്കാൻ കഴിഞ്ഞു. അപ്പോൾ റെയിൽവേയുടെ വ്യാപനവും ഇന്ത്യൻ തുണി വ്യവസായം അധപ്പതിക്കാൻ ഒരു കാരണമായി. മറ്റൊരു കാരണം, ഡ്യൂ ടു ദ ഹയർ ടാക്സ് ലെവീഡ് ദ പ്രൈസ് ഓഫ് ഇന്ത്യൻ ടെക്സ്റ്റൈൽസ് എക്സ്പോർട്ടഡ് ടു ബ്രിട്ടൻ ഇൻക്രീസ്ഡ്. ബ്രിട്ടനിലേക്ക് കയറ്റുമതി ചെയ്യുന്ന ഇന്ത്യൻ തുണിത്തരങ്ങളുടെ മേൽ ഉയർന്ന നികുതി ചുമത്തിയതിനാൽ ഇന്ത്യൻ തുണിത്തരങ്ങളുടെ വില വർദ്ധിക്കുകയും ഇന്ത്യൻ തുണിത്തരങ്ങൾക്ക് ബ്രിട്ടനിൽ ഡിമാൻഡ് കുറയുകയും ചെയ്തു. ഡ്യൂ ടു ദ ഹൈ ടാക്സ് ലെവീഡ് the price of Indian textiles exported to Britain increased. ബ്രിട്ടനിലേക്ക് കയറ്റുമതി ചെയ്യുന്ന ഇന്ത്യൻ തുണിത്തരങ്ങളുടെ മേൽ ഉയർന്ന നികുതി ചുമത്തിയതോടെ ബ്രിട്ടനിലേക്ക് കയറ്റുമതി ചെയ്യുന്ന ഇന്ത്യൻ തുണിത്തരങ്ങളുടെ വില വർദ്ധിച്ചു. വില വർദ്ധിച്ചതോടെ അതിൻ്റെ സെയിൽസ് കുറഞ്ഞു, കച്ചവടം കുറഞ്ഞു. ഇന്ത്യൻ വീവേഴ്സ് ഗേവ് അപ്പ് their work due to meager wages. തുച്ഛമായ കൂലിയാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യക്കാരായ വീവേഴ്സിന് നൽകിയിരുന്നത്. ഇന്ത്യക്കാരായ നെയ്ത്തുകാർക്ക് ബ്രിട്ടീഷുകാർ മീഗർ വേജസ് ഓർ ലോ വേജസ് മൂലം, കുറഞ്ഞ കൂലി മൂലം ഇന്ത്യയിലെ നെയ്ത്തുകാർ അവരുടെ ജോലി ഉപേക്ഷിച്ചു, വീവിങ് ഉപേക്ഷിച്ചു. ഇന്ത്യൻ വീവേഴ്സ് ഗേവ് അപ്പ് their work due to meager wages. ഇന്ത്യൻ നെയ്ത്തുകാർ കുറഞ്ഞ കൂലി മൂലം നെയ്ത്ത് ഉപേക്ഷിച്ചു. അതും ഇന്ത്യൻ തുണി വ്യവസായം ഡിക്ലൈൻ ചെയ്യാനിടയാക്കി. മറ്റൊരു കാരണം, എക്സ്പോർട്ട് ഓഫ് റാ കോട്ടൺ ടു ബ്രിട്ടൻ. ബ്രിട്ടനിലേക്ക് വൻതോതിൽ പരുത്തി അല്ലെങ്കിൽ പഞ്ഞി കയറ്റുമതി ചെയ്ത് നൂലുണ്ടാക്കാൻ ഉപയോഗിക്കുന്ന പഞ്ഞി വൻതോതിൽ ഇന്ത്യയിൽ നിന്ന് ബ്രിട്ടനിലേക്ക് കയറ്റുമതി ചെയ്യാൻ തുടങ്ങി. അതോടെ ഇന്ത്യൻ വീവേഴ്സിന് ആവശ്യമായ റാ കോട്ടൺ കിട്ടാതായി.
export of raw cotton to Britain. These are the reasons for the decline of Indian textile industry. ബ്രിട്ടീഷ് ഭരണകാലഘട്ടത്തിൽ ഇന്ത്യൻ തുണി വ്യവസായം അധപ്പതിക്കാനുണ്ടായ കാരണങ്ങൾ ഇവയാണ്. ഫസ്റ്റ്, ലാർജ് സ്കെയിൽ ഇമ്പോർട്ട് ഓഫ് മെഷീൻ മെയ്ഡ് ബ്രിട്ടീഷ് ടെക്സ്റ്റൈൽസ്. Next, British textiles could be sold easily for they were cheap. Number 3, expansion of railway. Next, due to higher tax levied, the price of British textile exported to Britain. Due to higher taxes levied, the price of Indian textiles exported to Britain increased. Indian weavers gave up their work due to meager wages. Last reason, export of raw cotton to Britain. These are the reasons for the decline of Indian textile industry. ഇവയാണ് ഇന്ത്യൻ തുണി വ്യവസായം അധപ്പതിക്കാനുണ്ടായ പ്രധാന കാരണങ്ങൾ. തുണി വ്യവസായത്തിന് പുറമെ ഇന്ത്യയിലെ മറ്റ് ചില വില്ലേജ് ഇൻഡസ്ട്രീസും ബ്രിട്ടീഷ് ഭരണകാലത്തിൽ അധപ്പതിക്കുകയുണ്ടായി. പ്രധാനമായും പോട്ടറി ഇൻഡസ്ട്രി, മൺപാത്ര വ്യവസായം. ബ്രിട്ടീഷ് ഭരണകാലഘട്ടത്തിൽ മൺപാത്ര വ്യവസായം ഡിക്ലൈൻ ചെയ്യാനുണ്ടായ പ്രധാന കാരണം ഇമ്പോർട്ട് ഓഫ് അലൂമിനിയം വെസൽസ്. ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് വൻതോതിൽ അലൂമിനിയം പാത്രങ്ങൾ ഇറക്കുമതി ചെയ്തതോടെ ബ്രിട്ടനിൽ നിന്ന് ധാരാളം അലൂമിനിയം പാത്രങ്ങൾ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്തതോടെ ഇന്ത്യയിൽ മൺപാത്ര നിർമ്മാണ വ്യവസായം ഡിക്ലൈൻ ചെയ്തു, അധപ്പതിച്ചു. ടാനിങ് ഇൻഡസ്ട്രി, തുകൽ വ്യവസായം. തുകൽ വ്യവസായം അധപ്പതിക്കാനുണ്ടായ കാരണം എക്സ്പോർട്ട് ഓഫ് റാ ലെതർ ടു യൂറോപ്പ്. ഇന്ത്യയിൽ നിന്ന് ധാരാളം ലെതർ, തുകൽ, മൃഗങ്ങളുടെയും മറ്റ് ജന്തുക്കളുടെയും തുകൽ, തോൽ വൻതോതിൽ ഇന്ത്യയിൽ നിന്ന് ഇംഗ്ലണ്ടിലേക്ക് കയറ്റുമതി ചെയ്യാൻ തുടങ്ങിയതോടെ ഇന്ത്യയിലെ തുകൽ വ്യവസായം ഡിക്ലൈൻ ചെയ്തു. ഇപ്പൊ ടാനിങ് ഇൻഡസ്ട്രി, തുകൽ വ്യവസായം ഡിക്ലൈൻ ചെയ്യാനുണ്ടായ പ്രധാന കാരണം എക്സ്പോർട്ട് ഓഫ് റാ ലെതർ ടു യൂറോപ്പ്. കാർപ്പൻട്രി ഇൻഡസ്ട്രി, തടി വ്യവസായം, മരപ്പണി വ്യവസായം. കാർപ്പൻട്രി ഇൻഡസ്ട്രി ഡിക്ലൈൻ ചെയ്യാനുണ്ടായ പ്രധാന കാരണം യൂസ് ഓഫ് മെഷീൻസ് മെയ്ഡ് ഓഫ് മെറ്റൽസ്. മെറ്റൽസ് കൊണ്ടുണ്ടാക്കിയ, ലോഹങ്ങൾ കൊണ്ടുണ്ടാക്കിയ മെഷീനുകൾ മരപ്പണിക്കായി ഉപയോഗിക്കാൻ തുടങ്ങിയതോടുകൂടി പരമ്പരാഗതമായ മരപ്പണി വ്യവസായവും ഡിക്ലൈൻ ചെയ്തു. യന്ത്രങ്ങൾ കൊണ്ടുള്ള മരപ്പണി ചെയ്യാനായി യന്ത്രങ്ങൾ ഉപയോഗിച്ചതോടുകൂടി ബ്രിട്ടീഷുകാരുടെ മെഷീൻസ് മരപ്പണി ചെയ്യാൻ ഉപയോഗിച്ചതോടുകൂടി ഇന്ത്യയിലെ പരമ്പരാഗതമായ കാർപ്പൻട്രി ഇൻഡസ്ട്രിയും ഡിക്ലൈൻ ചെയ്തു. ബ്രിട്ടീഷ് ഭരണകാലത്ത് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി ഡിക്ലൈൻ ചെയ്തു, പോട്ടറി ഇൻഡസ്ട്രി ഡിക്ലൈൻ ചെയ്തു. പോട്ടറി ഇൻഡസ്ട്രി ഡിക്ലൈൻ ചെയ്യാനുള്ള പ്രധാന കാരണം ഇമ്പോർട്ട് ഓഫ് അലൂമിനിയം വെസൽസ്. ടാനിങ് ഇൻഡസ്ട്രി ഡിക്ലൈൻ ചെയ്യാനുണ്ടായ കാരണം എക്സ്പോർട്ട് ഓഫ് റാ ലെതർ ടു യൂറോപ്പ്. കാർപ്പൻട്രി ഇൻഡസ്ട്രി ഡിക്ലൈൻ ചെയ്യാനുണ്ടായ കാരണം യൂസ് ഓഫ് മെഷീൻസ് മെയ്ഡ് ഓഫ് മെറ്റൽസ്. മെറ്റൽസ് കൊണ്ടുണ്ടാക്കിയ മെഷീൻസ് തടിപ്പണിക്ക് ഉപയോഗിക്കാൻ തുടങ്ങിയോടുകൂടി പരമ്പരാഗതമായ ഇന്ത്യയിലെ തടിപ്പണി വ്യവസായവും ഡിക്ലൈൻ ചെയ്തു.